കേരളത്തിലെ നിഗൂഢതകളുടെ ചരിത്രത്തിലെ മുൻനിരയിലെ പേരാണ് സുമതി വളവ്. നിരവധി അഭ്യൂഹങ്ങൾ ഇതിനെപ്പറ്റി പ്രചാരത്തിലുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് 32 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമമാണ് പാലോട്. പാലോട് നിന്ന് കല്ലറയിലേക്ക് പോകുന്ന വഴി 4.7 കിലോമീറ്റർ അകലെയാണ് സുമതി വളവ്. ഇതിനടുത്താണ് മൈലമൂട് ജംഗ്ഷനും. സുമതി വളവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ മനസ്സിലൊരു ചിന്ത തോന്നാം. ഈ പേര് എങ്ങനെ വന്നു? ഈ പേരിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്. നിങ്ങൾക്കറിയാമോ? സുമതി എന്ന ഒരു യുവതി ഈ വളവിൽ കൊല്ലപ്പെട്ടുവെന്നും ഇന്നും അവരുടെ ആത്മാവ് അവിടെ അലഞ്ഞു നടക്കുന്നുവെന്നും ചിലർ വിശ്വസിക്കുന്നു. പണ്ട് നിരവധി കഥകളും ഇതിനെ ചുറ്റിപ്പറ്റി ജനങ്ങൾ പറയുമായിരുന്നു. 1951 ജനുവരി 27 നടന്ന സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇന്നും ജനങ്ങൾക്കറിയില്ലെന്ന് മറ്റൊരു യാഥാർത്ഥ്യം. സുമതി കേസിലെ ഒന്നാം പ്രതിയും സുമതിയുടെ കാമുകനുമായ രത്നാകരൻ്റെ അനന്തരവൻ ഉണ്ണികൃഷ്ണൻ ഇക്കാര്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കയറേറ്റിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് രത്നാകരൻ. ഇയാളുടെ വാഴത്തോട്ടത്തിന് സമീപത്താണ് സുമതി എന്ന സുന്ദരിയായ യുവതിയുടെ വീട്. വാമനപുരം ചിന്തയിലാണ് യുവതിയുടെ അമ്മ ജോലി ചെയ്തിരുന്നത്. പതുക്കെ സുമതിയും രത്നാകരനും ഇഷ്ടത്തിലായി. സുമതിക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു. വലിയ കുടുംബക്കാരും സമ്പന്നരുമായി ഉയർന്നു നിൽക്കുന്നവരായിരുന്നു രത്നാകരൻ്റെ കുടുംബം. അതിനാൽ തന്നെ ഇവരുടെ വിവാഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. ഇതിനിടെ സുമതി ഗർഭിണിയായി. തുടർന്ന് തന്നെ കല്യാണം കഴിക്കാൻ യുവതി നിർബന്ധിച്ചു. അങ്ങനെയാണ് രത്നാകരനും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ രവീന്ദ്രനും ചേർന്ന് സുമതിയെ കൊല്ലാനായ പദ്ധതി തയ്യാറാക്കിയത്. ഇടയ്ക്ക് ഭരതന്നൂർ വരാറുള്ള രത്നാകരന് മൈലമൂട് കാട് പരിചിതമാണ്. തുടർന്ന് അവിടെ വെച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നു. പാങ്ങോട് മധുരദേവി ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടക്കുന്ന സമയമായിരുന്നു അന്ന്. ഉത്സവത്തിന് എന്ന് പറഞ്ഞ് സുമതിയെ കൂട്ടി കാറിൽ രത്നാകരനും സുഹൃത്തും ചേർന്ന് മൈലമൂട് എത്തുന്നു. ഫോറസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കാർ നിർത്തി മൂവരും കാടിനുള്ളിലേക്ക് നടന്നു. അതുവഴി പോകാൻ വഴിയുണ്ടെന്ന് സുമതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഉൾക്കാട്ടിൽ എത്തിയെന്ന് കരുതി സുമതി വളവിൻ്റെ ഭാഗത്തായി കൊലപാതകം നടത്തി. രത്നാകരൻ സുമതിയുടെ കൈപിടിച്ചു വയ്ക്കുകയും സുഹൃത്തായ രവീന്ദ്രൻ കഴുത്തറക്കുകയുമായിരുന്നു. ശേഷം പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. വിറകുടിക്കാനായി കാട്ടിനുള്ളിൽ കയറിയവരാണ് ആദ്യം മൃതദേഹം കാണുന്നത്. പിന്നെ ഈ സംഭവം വലിയ ചർച്ചയാകുകയും കേസിൽ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്തു. കുറച്ചുനാൾ കുടുംബ വീട്ടിൽ ഒളിച്ചു താമസിച്ച രത്നാകരനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. രവീന്ദ്രനെയും അറസ്റ്റ് ചെയ്തു. ഇവർക്ക് കോടതി 12 വർഷം തടവ് വിധിച്ചു. കനകനഗറിലാണ് താമസിച്ചിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലം രത്നാകരൻ മരിച്ചു. മരിക്കുന്ന സമയത്ത് അമ്പലമുക്കിലായിരുന്നു താമസിച്ചിരുന്നത്. സുമതിയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ ആദ്യം അത് പ്രതികാരം ആരോട് ചെയ്യും? താൻ പലതവണ അവിടെ പോയിട്ടുണ്ടെന്നും തനിക്കൊന്നും അവിടെ അനുഭവപ്പെട്ടിട്ടില്ലെന്നുമാണ് ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തത്. ഈ കൊലപാതകം നടന്ന ശേഷം സുമതി കൊലക്കേസ് എന്ന പാട്ടുപുസ്തകം ഇറങ്ങിയിരുന്നു. ചപ്പളാക്കട്ട എന്നറിയപ്പെട്ടിരുന്ന തടി കൊണ്ട് ഒരു ഉപകരണം വെച്ച് പാങ്ങോട് കടയ്ക്കൽ ചന്തകളിൽ നിന്നും പാട്ടുപുസ്തക കച്ചവടക്കാർ വാങ്ങിയിരുന്നു.